അവന്റെ ആരംഭത്തിൽ ആദ്യ മാതാപിതാക്കളായ ആദത്തെയും ഔവയെയും ദൈവം സൃഷ്ടിച്ച് പാപമില്ലാത്തവരായി സൃഷ്ടിച്ചു, മരണമില്ലാത്തവരായി സൃഷ്ടിച്ചു. എന്നാൽ പിശാചിന്റെ കൗശലം മൂലം ദൈവം മനുഷ്യനെ ഇതുപോലെ വിലമതിക്കുന്നതും ദൈവം ഇതുപോലെ ദൈവത്തിന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഇതുപോലെ സ്നേഹിക്കുന്നതിനുമെല്ലാം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ലൂസിഫർ അഥവാ പിശാച് അസൂയ പൂണ്ട് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റാൻ വേണ്ടി പിശാച് ചെയ്ത കൗശല പ്രകാരം ചെയ്ത പണിയാണ് മനുഷ്യന്റെ മേൽ പാപങ്ങൾ നിക്ഷേപിച്ചത്. മൂലപാപം. മനുഷ്യന്റെ ജനനത്തെ തന്നെ മൂലപാപത്തിന്റെ ഉടമയാണ്. 7 മൂലപാപങ്ങൾ മനുഷ്യനിൽ രൂഢമൂലമായി. ആ മൂലപാപങ്ങൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചു നൽകിയത് ഈ ലൂസിഫർ. ആ പാപം വഴിയാണ് സ്നേഹിക്കാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കാരണത്തിനും അകാരണത്തിനുമെല്ലാം പരസ്പരം വെറുക്കുകയും ഭിന്നിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ അറിയാതെ അവന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട പാപമാണ് അതിന്റെ കാരണം. അപ്പോൾ ലോകത്തിൽ പാപമില്ലാത്തവരായി 2 വ്യക്തികളുണ്ട്. ഈ മൂലപാപം കൂടാതെ പിറക്കപ്പെട്ട 2 വ്യക്തികൾ ലോകത്തിലുണ്ട്. അതാരാണ്? കർത്താവായ യേശുവാണ് ഒന്ന്. അതായത് മനുഷ്യന്റെ മേൽ പതിക്കപ്പെട്ട പാപത്തിൽ നിന്നും മരണത്തിന് ഉടമയായ മനുഷ്യനെ ആ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ഭൂമിയിൽ മനുഷ്യ ജന്മമെടുത്ത നമ്മിൽ ഒരുവനെ പോലെ ഭൂമിയിൽ പിറക്കപ്പെട്ട കർത്താവായ യേശുവാണ് മൂലപാപമില്ലാത്തവനായി പിറന്ന ദൈവം. രണ്ടാമത് പരിശുദ്ധ കന്യകാമാതാവാണ് യേശുവിന്റെ അമ്മ. അമലോത്ഭവയായവൾ. പരമപരിശുദ്ധനാണ് ദൈവം. പരമപരിശുദ്ധനായ ദൈവത്തിന് പാപിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവാകുക അസാധ്യം എന്നതിനാൽ പാപമില്ലാത്തവളായി അമലോത്ഭവയായി പരിശുദ്ധ കന്യകാമാതാവിനെ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് പരിശുദ്ധ കന്യകയിൽ കർത്താവായ യേശു പിറക്കപ്പെടുന്നത്. അപ്പോൾ ഈ മൂലപാപമില്ലാത്ത 2 വ്യക്തികളെ നാം എടുത്തു നോക്കുമ്പോൾ